നമസ്കാരം. ഓണക്കാലം വരവായി. പ്രകൃതി ആകെ പൂത്തുലയുകയാണ്. എന്തൊരു മാറ്റം കരുമിക്കർക്കിട സംക്രമയാമിനിയാൾ. ചമ്പകമലരിൻ വർണ്ണം തിരളും മോഹിനി കന്യകയായി. കട്ടിയിരുമ്പൊരു രാസാൽ തങ്കത്തകിടാകും പോലെ പൂഞ്ചിറ പുക്കൊരു കന്യക മുങ്ങിപ്പൊങ്ങി വരും പോലെ. കണ്ണീർക്കടലിൽ നിന്നൊരു പുഞ്ചിരി കരയണയും പോലെ വന്നിതു കുന്നിൻ ചെരുവിൽ ചിങ്ങ പുലരിപ്പൂൺപേനി. എന്തൊരു സുന്ദരമായ വരികൾ! മലയാളത്തിൻ്റെ കാലത്തെയും ഭക്തകവി, അവധൂത കവി കുഞ്ഞിരാമൻ നായർ ഓണത്തെക്കുറിച്ചും ചിങ്ങമാസ പുലരിയെക്കുറിച്ചും എഴുതിയ വരികളാണിത്. ഓണം വരവായി, ഒപ്പം പൂത്തുമ്പികളും പൂമ്പാറ്റകളും എന്ന് വേണ്ട പ്രകൃതിയാകെ മാറുകയാണ്. ഓണ പൂക്കളങ്ങൾ, ഒപ്പം തന്നെ ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ. നമ്മുടെ അന്തരീക്ഷം ആകെ മാറി മറിയുന്നു. എന്തൊരു മാറ്റം! കരുമിക്കർക്കിട സംക്രമയാമിനിയാൾ. ചമ്പകമലരിൻ വർണ്ണം തിരളും മോഹിനി കന്യകയായി. കട്ടിയിരുമ്പൊരു രാസാൽ തങ്കത്തകിടാകും പോലെ പുഞ്ചിറ പുക്കുയ കന്യക മുങ്ങിപ്പൊങ്ങി വരും പോലെ. കണ്ണീർക്കടലിൽ നിന്നൊരു പുഞ്ചിരി കരയേറും പോലെ വന്നിതു കുന്നിൻ ചെരുവിൽ ചിങ്ങ പുലരിപ്പൂൺപേനി. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ വരികൾ. സർ, ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ KC രാജു കല്ലാനിക്കൽ. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ഒപ്പം തന്നെ വീഥി കലാസാംസ്കാരിക സംഘടനയുടെ രാജാക്കാട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പ്രസിഡന്റാണ്. ഒപ്പം റിട്ടയർഡ് BDO ആണ്. സ്വാഗതം സാർ. നമസ്തേ സാർ. സാർ, ഓണം എത്തിയല്ലോ. ഓണത്തി എന്താണ് ഓണാനുഭവം? ഓണാനുഭവം നമുക്ക് കുറച്ച് നാളുകളായിട്ട് നമുക്ക് വളരെ കേരളത്തിനൊട്ടാകെയുള്ള മലയാളികൾക്ക് സങ്കടം തന്നുകൊണ്ടുള്ള വെള്ളപ്പൊക്കങ്ങളും പിന്നെ കോവിഡും കാലത്തിന് ശേഷം ഓണം വീണ്ടും അതിശക്തമായ രീതിയിൽ മനുഷ്യൻ്റെ വൈകാരിക അനുഭൂതിയായിട്ട് കേരളം കൊണ്ടാടുകയാണ്. ഇപ്പോൾ ഓരോ മുക്കിലും മൂലയിലും സ്വയം സഹായ സംഘങ്ങളും കുടുംബശ്രീയും മനുഷ്യൻ ഒത്തുകൂടുന്ന നന്മയുള്ള ഇടങ്ങളിൽ മുഴുവൻ ഈ മഹോത്സവത്തെ ഏറ്റെടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മനോഹരമായ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ജാതി മത ഭേദമന്യേ ഏകോദര സഹോദര്യത്തിൻ്റെ ഒരു മഹാപ്രതീകമായി നിലനിൽക്കുന്നുണ്ട്. മറ്റാഘോഷങ്ങളൊക്കെ ഇതിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാർ. മലയാളിയുടെ സങ്കല്പങ്ങളിൽ, അവൻ്റെ ഗ്രഹാതുരതകളിൽ, അവൻ്റെ ഓർമ്മകളിൽ, അവൻ്റെ സ്വപ്നങ്ങളിൽ ഒരുപക്ഷെ ലോകത്തുള്ള ഒരു ജനതയ്ക്കുമില്ലാത്ത പ്രതീക്ഷയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഓണം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായിരിക്കും മലയാളി ഇത്ര വൈകാരികമായി ഓണത്തെ സമീപിക്കുന്നത്? ഓണത്തെ സമീപിക്കുന്നത് പിന്നെ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ച് കള്ളവുമില്ല ചതിയുമില്ല എന്നുള്ള സമത്വ സുന്ദരമായൊരു ലോകം ഈ ഭൂമിയിൽ നിലനിന്നു എന്നുള്ളൊരു വികാരം. പിന്നെ പ്രപഞ്ചമാകെ ഉയർത്തെണീക്കുകയാണ്. കരകളിൽ നിന്ന് എല്ലാം പൂത്തുലയുന്നു, വെള്ളം നിറഞ്ഞ നദികളും തടാകങ്ങളും, അങ്ങനെ നമ്മുടെ പാത്താളങ്ങളെല്ലാം നിറയുന്നു, ആഹാരത്തിനുള്ള വകയുണ്ടാകുന്നു, അങ്ങനെ കൊയ്ത്തിൻ്റെ കാലമാകുന്നു, അങ്ങനെ ഉത്സവകാലമായി. അത് കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള ആളുകളുടെ ഒരു നിറവുള്ള ആഘോഷമായിട്ട് അത് രൂപാന്തരം ഭാവിക്കുന്നുള്ളതാണ് മലയാളി. അത് പ്രത്യേകിച്ച് സാർ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഈ ഓണം എന്ന് പറയുന്ന ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണെന്ന്. സമൃദ്ധിയുടെ, നിറവയറിൻ്റെ, ഒരുപക്ഷെ കുറച്ച് നാളത്തേക്കെങ്കിലും പട്ടിണി ഇല്ലാതാവുന്ന ഒരു കാലം പണ്ട്. ഇന്ന് അങ്ങനെ ഒരു പട്ടിണിയുടെ കാലം നമ്മളെ സംബന്ധിച്ച് അധികമില്ല. പട്ടിണി തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മളതിനെ മറികടന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ പട്ടിണിയും ഒപ്പം തന്നെ അസ്ഥികൾ അഴിയിട്ട കൂട് പോലുള്ള മനുഷ്യരും നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയായിരുന്നു. പക്ഷെ ഓണം വരുമ്പോൾ അവർക്കൊക്കെ സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ ഒരു കാലവും കൂടിയായിരുന്നു. ഇക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അത് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രകൃതിയുടെ പൂത്തുലയിൽ, പ്രകൃതിയുടെ മാറ്റം. കുഞ്ഞിരാമൻ നായർ പറയുന്നത് പോലെ കണ്ണീർക്കടലിൽ നിന്നൊരു പുഞ്ചിരി കരയണയും പോലെയാണ് ചിങ്ങമാസം വരുന്നത്. അതായത് കർക്കിടക മാസത്തിൽ നിന്നുള്ളൊരു മാറ്റമാണ്. അപ്പം അതിനെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. പൊതുവിൽ ചിങ്ങമാസത്തിൻ്റെ ഈ മലയാളിയുടെ, ഇപ്പോൾ സാറിനറിയാലോ, കണ്ടുമോനും ആളുകൾ ഈ നമ്മുടെ കേരളത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ ഗ്രഹാതുരതയോടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയ
വൈദേശിക അനുഭവമൊക്കെ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ടിക്കറ്റ് കിട്ടാതെ വിഷമിക്കുന്നത് എന്തായിരിക്കും, എന്ത് പ്രതീക്ഷയോടെയാണ് അവർ ഈ പാഞ്ഞു വരുന്നത്? അതാണ് ആ ജനിച്ച നാട്ടിലെ ഏറ്റവും നല്ലൊരു ഉത്സവം. ജനിച്ച നാട്ടിൽ അവർ കുഞ്ഞുനാൾ മുതൽ പുതിയ മുണ്ടുടുത്ത, പുതിയ ചെരുപ്പിട്ട, പുതിയ ഉടുപ്പിട്ട, പുതിയ വളയിട്ട, പുതിയ എന്തൊക്കെയോ പുതിയതായി അവരുടെ ശരീരവും മനസ്സും ചേർന്ന് സമ്മിശ്രമായി സംയോജിച്ച ഒരു മഹത്തായ അനുഭൂതി അവരുടെ ഹൃദയങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് മുത്തശ്ശന്മാരിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നും പകർന്നു കിട്ടിയ വൈകാരിക മുഹൂർത്തങ്ങളെ അവരെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടാവും ദൂരെയുള്ളവർക്ക്. അതായിരിക്കാം ഒരുപക്ഷെ ഇങ്ങോട്ട് ഓടി വരുമ്പോൾ അവരുടെ ഉള്ളിലെ വൈകാരികമായ അനുഭൂതി. തീർച്ചയായിട്ടും അത് തന്നെയല്ല ഒരു സമത്വ സുന്ദരമായ ഒരു നാളിനെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ഒരു സമത്വ ഭാവനയുടെ ഒരു സമഭാവനയുടെ സങ്കല്പം ഓണം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ ലോകത്തെങ്ങും ഇല്ലാത്തൊരു സങ്കല്പമാണ്. അങ്ങനെ ഒരു സങ്കല്പം മാവേലിയുമായി ബന്ധപ്പെട്ട് പിന്നെ സാറ് ശ്രദ്ധിക്കുന്നുണ്ടാവും, ഒരുപക്ഷെ നായകൻ പ്രതിനായകനാകും. മലയാളിയുടെ ഒരു നീതിബോധം, ആ നീതിബോധത്തിൽ നിന്നാണ് സത്യത്തിൽ ഒരു അസുര രാജാവ് പെട്ടെന്ന് നായക സങ്കല്പത്തിലേക്ക് രാജാവായി മാറി. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരുന്ന നായകൻ പെട്ടെന്ന് പ്രതിനായകനായി മാറുന്നു. അതൊക്കെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കളികളാണ്. ഈ പിന്നെ തമിഴ്നാട്ടിലെ പത്തുപാട്ടില് ഓണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലാണ് ഈ എന്താണ് മധുരൈ മങ്കുടി ശങ്കയ്യാർ എന്ന് പറയുന്ന ആളിൻ്റെ പുസ്തകത്തിൽ ഈ ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് കേരളത്തിൻ്റെ അതിരുകൾ ദൂരെ കൂടുതൽ വിസ്തൃതമായിരുന്ന കാലമുണ്ടല്ലോ, തമിഴ് മലയാള സങ്കലനങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് എഴുതിയിട്ടുള്ള പുസ്തകം. അതുപോലെ തന്നെ വൈദേശികമായ പുസ്തകങ്ങൾ മാവേലി ജീവിച്ചിരുന്നതായിട്ടും അവിടെയായിട്ട് കച്ചവടം നടത്തിയതായിട്ടും രേഖകൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നമ്മുടെ ആര്യന്മാരുടെ വരവോടുകൂടി എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു എളിയ വായനയിൽ തോന്നുന്നത് അന്ന് സമത്വസുന്ദരമായി നിന്നിരുന്ന കാലത്ത് ആര്യന്മാരുടെ ഒരു വരവോടുകൂടിയാണ് സംസ്കാരത്തിൻ്റെ ഒരു മാറ്റം വരുന്നതും ഈ പഴമകളെ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്തിട്ട് പുതിയൊരു സംസ്കാരം കടന്നു വരുന്നതും മാവേലി വേണ്ട, ഇനി വാമനൻ മതി എന്നുള്ള ഒരു വികാരമുണ്ടല്ലോ, അത് അവർ സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് എൻ്റെ ഒരു എളിയ. അത് ഈ വൈദിക ബ്രാഹ്മണ്യ പാരമ്പര്യവും പൈതൃകവും ഒക്കെ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ സങ്കല്പങ്ങളെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ അതിജീവിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ദ്രാവിഡ സങ്കല്പങ്ങൾക്ക് തന്നെ പുനർജീവനം കിട്ടുകയും അതിനൊരു അതിജീവനം സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ ഓണം. അതാണ് ഓണം. അതുകൊണ്ടാണല്ലോ വാമനന്റെ മേൽ മാവേലി പ്രതിഷ്ഠിക്കപ്പെടുന്നത്. കാരണം മാവേലി സത്യത്തിൽ വാമനെ വീണ്ടും മറ്റൊരു രീതിയിലൂടെ ആവിഷ്കരിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത്. അത് നടക്കട്ടെ, അത് മതപരമായോ അല്ലാതെയോ ഒക്കെ ആയിട്ട് നടക്കാം, ഉണ്ടാവും. അങ്ങനെ ചില ആവിഷ്കാരങ്ങളൊക്കെ ഉണ്ട്, അത് പോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇപ്പൊ സാറ് സൂചിപ്പിച്ച ഈ സാഹിത്യകൃതികളുണ്ടല്ലോ ഓണവുമായി ബന്ധപ്പെട്ട് സംഘകാലത്ത് ഇപ്പൊ മധുരൈ കാഞ്ചി എന്ന് പറയുന്ന കൃതി, മധുരൈ കാഞ്ചി എന്ന് പറയുന്ന കൃതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചിലപ്പതികാരമൊക്കെ ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിൽ ഓണത്തെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ചിലപ്പതികാരത്തിന്റെ കാലമാണ് മധുരൈ കാഞ്ചിയുടെ കാലം. ഈ മധുരൈ കാഞ്ചിയിലൊക്കെ ഓണത്തിന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓണത്തെക്കുറിച്ച്, ഓണസങ്കല്പങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1961 ഓണം നമ്മുടെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് തൊട്ട് മാത്രമല്ല, അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഔപചാരികമായി അനൗപചാരികമായി ഇതുണ്ടായിരുന്നു. അപ്പോൾ ഓണം നമ്മുടെ ഒരു വൈകാരിക അനുഭവമാകുന്നത് അത് ചില ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ, ഒപ്പം തന്നെ ഓണത്തല്ല്. സാർ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാ കുഗ്രാമ ഭൂമികളിലും ഉണർന്നെഴുന്നേൽക്കുകയാണ് ഈ സമയത്ത് ഓണം. ഓണം അതിശക്തമാണ്. അത് മഴയൊന്നും ഒരു പ്രശ്നമല്ല, മഴ മാറുകയാണെങ്കിൽ. സാറിന്റെ സംസാരത്തിൽ പലപ്പോഴും ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളത് പോലെ നിങ്ങൾ മരങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ ഭാഷ കണ്ടിട്ടുണ്ടോ, അറിയാമോ എന്ന് ചോദിക്കുന്ന പോലെ അവർ നമ്മളോട് സംസാരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാലഘട്ടമാണ് ഓണത്തിന്റെ. തീർച്ചയായിട്ടും പൂക്കളെല്ലാം നമ്മളോട് സംസാരിക്കുന്നു, വനമെല്ലാം പൂത്തൊലയുന്നു, അവരെല്ലാം നമ്മളോട് സംസാരിക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും ഒപ്പം നമ്മളോട് സംവദിക്കുകയും ചെയ്യുകയാണ് അല്ലേ. കുട്ടികള് ഓസ്കാർ വൈൽഡിന്റെ ഒരു കഥയില് ദ ജയന്റ്, രാക്ഷസൻ എന്ന് പറയുന്ന കഥയിൽ ഈ രാക്ഷസൻ കുട്ടികളെ പൂന്തോട്ടത്തിൽ നിന്ന് ഓടിക്കുന്നുണ്ട്. പിന്നീട് കുട്ടികൾ ഞൂന്ന് കയറി പൂന്തോട്ടത്തിന്റെ ഒരു മൂലയിൽ രാക്ഷസനെ കാണാതെ കളിക്കുന്ന മേഖലയിൽ കുട്ടികൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒപ്പം വസന്തവും ഇറങ്ങിപ്പോകുന്നുണ്ട്, കുട്ടികൾ കയറി വരുമ്പോൾ ഒപ്പം വസന്ത കയറി വരുന്നുണ്ട്. അതുപോലെയാണ് ഓണം. അതുപോലെയാണ് ഓണം വരുമ്പോഴേക്കും അടിമുടി പൂക്കുകയാണ്. അതെ, ആഷാഢം പോയി ശ്രാവണം കയറി വരുമ്പോഴേക്കും ആ ദുഃഖങ്ങളെല്ലാം, കറുത്ത മേഘങ്ങളെല്ലാം ഓടി ഒടിച്ച് ഒരു പുതിയ നിലാവ്, ഒരു പുതിയ പുലരിയും ഇങ്ങനെ കയറി വരികയല്ലേ.
അതെ, ഓണവുമായി ബന്ധപ്പെട്ട് എത്രയോ പാട്ടുകളാണ് നമുക്ക് നമ്മുടെ മലയാള സാഹിത്യത്തിൽ, മലയാള ഗാനശാഖയിൽ, ചലച്ചിത്ര ഗാനരംഗങ്ങളിൽ, നാടകങ്ങളിൽ എന്ന് വേണ്ട ലളിതഗാനങ്ങളിൽ അതെ. ഒക്കെ ഓണം നിറഞ്ഞു നിൽക്കുകയാണ്. സാർ ഒരു പാട്ടുകാരൻ കൂടിയാണ്, നല്ല ഗായകൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഓണത്തിൽ സാറിനെ തന്നെ ഒരു അതിഥിയായി വേണമെന്ന് മീഡിയാൻ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും പാട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് തുടങ്ങാം. ഒരു പാട്ട് പാടി തുടങ്ങാം സാർ. തുടങ്ങാം സാർ. ഞാൻ ഏറ്റവും ഒടുവിലായി എഴുതിയൊരു കവിതയോടെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2-3 കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒറ്റൊടുവിലായിട്ട് എഴുതിയിട്ടുള്ളൊരു കവിത സാറിന് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പാടാം. തകതിന്തിമിതയ്യാരോ തത്തയ്യത്തയ്യന്താരോ തകതിന്തിമിതയ്യാരോ തകതികൃതകതൈതാരോ. കരകാട്ടം കാണാൻ പോയി കർക്കിടക കരിമേഘം കാവേരി കരയിൽ തുള്ളി തുള്ളിക്കൊരു കുടമായി. കുന്നത്തു കിഴക്കേ കാവിൽ ഓണത്തിരി വച്ചു പുലരി തരുണാരുണ കിരണം മാമല മലകേറി വരണുണ്ടേ. തകതിന്തത്തി മൃതകതാരോ താതിന്തത്തെയ്യം താരോ താതിന്തത്തെയ്യം താരോ തകതികു തകതെയ്യം താരോ. കുടമാറ്റം കണ്ടു തെളിഞ്ഞ സന്ധ്യാംബര വീജികളിൽ തിരുവാതിരി കളി കാണാൻ പൊന്നമ്പിളി വരവായി. കുടമാറ്റം കണ്ടു തെളിഞ്ഞ സന്ധ്യാംബര വീജികളിൽ തിരുവാതിര കളി കാണാൻ പൊന്നമ്പിളി വരവായി. പായിപ്പാട്ടാറ്റിൽ തെയ്തൈ പായിപ്പാട്ടാറ്റിൽ തെയ്തൈ പങ്കായം തുഴമുഴുകി പെരിയാറിൻ കരയിൽ ഉണർന്നു ആപ്പുവിളി തെയ്തകതോ. കള്ളം ചതിയില്ല കാലം മലനാട്ടിൽ നിറവെങ്കിൽ, കള്ളം ചതിയില്ല കാലം മലനാട്ടിൻ നിറവെങ്കിൽ, പിന്നെന്തിനു വെറുതെ നാട്ടിൽ പാതാളവും വാമനനും, പിന്നെന്തിനു വെറുതെ നാട്ടിൽ പാതാളവും വാമനനും. തകതിന്തികതൈതാരോ തകതിന്തിമിതെയ്യം താരോ താതെയ്യത്തിന്തിന്താരോ തകതികുതകതെയ്യം താരോ തകതികുതകതെയ്യം താരോ. നന്നായിരിക്കുന്നു. നാടൻ പാട്ടിന്റെ ശീലുകളാണ് ശരിക്കും സാറ് തന്നെ എഴുതിയ വരികൾ അല്ലേ? ആ വരികൾ സാറ് തന്നെ ഈണം കൊടുത്തിരുന്നു, സാറ് തന്നെ പാടും. ആ എഴുതാനും പാടാനും ഒപ്പം തന്നെ ആ പാട്ട് സംവിധാനം ചെയ്യാനും കഴിയുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് മനോഹരമായി പാടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാടൻ ശീലുകളിലേക്ക്, നമ്മുടെ നാടൻ പാട്ടുകളിലേക്കൊക്കെ, അപ്പോൾ മണ്ണിൽ വേർപ്പ് വിതച്ചവർ തൻ ഈണമായി വന്നു, അന്നു പാടിയ പാട്ടിൽ ഊഞ്ഞാൽ ആടി മലയാളം എന്ന് ONV സാർ കുറിച്ചിട്ടുണ്ട് എന്റെ മലയാളം. ശരി, അങ്ങനെ തുടങ്ങുന്ന അതേ കവിത. അപ്പോ എത്ര സുന്ദരം എന്റെ മലയാളം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ കവിതയിൽ അദ്ദേഹം അത് പാടി വെച്ചിട്ടുണ്ട്. ദേവദൈത്യ മനുഷ്യമർഗം മഹാചരിതങ്ങൾ തേനുലാവും പാട്ടിൽ ഓതി വളർന്നു മലയാളം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ നാടൻ പാട്ടിന്റെ ശീലുകൾ, പ്രത്യേകിച്ച് ഓണവുമായി ബന്ധപ്പെടുത്തി അങ്ങ് രചിച്ച ഈ വരികൾ മനോഹരമായിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ നാട്ടിലിപ്പോൾ എന്തോ പണിയാണടോ, ഞങ്ങളുടെ നാട്ടിലിപ്പോൾ കന്നുപൂട്ടലാണടോ. കന്നുപൂട്ടൽ എന്നു വെച്ചാൽ എങ്ങനെ പിന്നെങ്ങനെ, കന്നുപൂട്ടൽ എന്നു വെച്ചാൽ ഇങ്ങനെ പിന്നിങ്ങനെ എന്ന് പറയുന്ന ആ ഒരു ഈണം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അത് വളരെ ആദ്യകാലങ്ങളിൽ തന്നെ സംഘമായും ഒറ്റയ്ക്കൊക്കെ ആളുകൾ ഇങ്ങനെ പാടിപ്പോയതാണ്. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ എന്തു പണിയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കറ്റകൊയ്യലാണോ, കറ്റകൊയ്യൽ എന്ന് വെച്ചാൽ എങ്ങനെ പിന്നെങ്ങനെ, ഇങ്ങനെ പിന്നിങ്ങനെ എന്നൊക്കെ ആക്ഷനോടുകൂടി പാടുന്ന. അപ്പൊ അങ്ങനെയുള്ള ആ പാട്ടിന്റെ ഒരു താളമേളങ്ങൾ നമ്മുടെ ഗ്രഹാതുരത്വത്തെ അതിശക്തമായി ഉണർത്തുന്നുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. അപ്പൊ സാറിന് തുടരാം, ഇനിയും സാറിന്റെ പാട്ടുകൾ വരാം. സാറേ ഞാനേ
വഞ്ചി മിഥുനക്കാട്ടിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ. പുലരുന്ന പൊന്നോണത്തെ പുതയ്ക്കുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീ വാ 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 ഉത്രാടപ്പൂ നിലവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലവേ വാ. ഓണവുമായി ബന്ധപ്പെട്ട് മലയാളികൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന അതിമനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ്. ആ ഗാനം ഉത്രാടവുമായി ബന്ധപ്പെട്ടും ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതിന്റെ ഈണമൊക്കെ അങ്ങനെയാണ്. അത് വല്ലാത്ത മലയാളവുമായി ചേർന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഗാനമാണ്. അത് തന്നെ സാറ് അവതരിപ്പിച്ചു എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. ഓക്കെ സാർ, ഇനിയും വരട്ടെ സാർ. ഇനി സാറ് എൻ്റെ ഓണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സമയം നമ്മുടെ ചൂരൽമലയിലും മുണ്ടക്കൈയിലൊക്കെ പിന്നെ ദാരുണമായ അവസ്ഥ കണ്ടതിന് ശേഷം ചാലിയാറിൽ പിന്നെ വിരൽ കിട്ടുന്നു, കണ്ണ് കിട്ടുന്നു, മുടി കിട്ടുന്നു, കാലുകൾ ഭേദിച്ച് അംഗഭംഗം ഛിന്നഭിന്നമായി പോയ മനുഷ്യനെ കോരിയെടുക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ ആ ഓണത്തിന് ശേഷം ആ ഒരു സംഭവത്തിന് ശേഷം വന്ന ഓണത്തിന് ഞാൻ എഴുതിയൊരു കവിതയുണ്ട് സാർ. അത് ഈ അവസരത്തിൽ ചൊല്ലാൻ ദുഃഖമാണെങ്കിലും ചൊല്ലാതെ പോകാനാവില്ലെന്ന ഒരു കവിഹൃദയം പറയുന്നു. അതിങ്ങനെയാണ് സാറേ. പൊന്നോണം വന്നപ്പോഴുണ്ണാനില്ലെന്റെ മക്കൾ എൻ പൊന്നു ദൈവേ, പൊട്ടുന്നെന്റെ നെഞ്ചകമയ്യോ തെയ്യക്കന്താരാ. മണ്ണിന്റെ മാറു പിളർന്നേ തൂണുമറിഞ്ഞേ തെയ്യക്കന്താരാ, കണ്ണീരിന്റെ മൺചിറ പൊട്ടിയേ തെയ്യക്കന്താരാ. മണ്ണിന്റെ മാറു പിളർന്നേ തൂണുമറിഞ്ഞേ തെയ്യക്കന്താരാ, കണ്ണീരിന്റെ മൺചിറ പൊട്ടിയേ തെയ്യക്കന്താരാ. അത്തിന്തോം ദിന്തീന്തോ കിഴ തിന്ന തിനന്തോ തകതീന്തോം ദീന്തീന്തോം കിഴ തിന്ന തിനന്തോ. ഇങ്ങനെ ഒരു കവിത ഞാൻ അന്ന് എഴുതിയിരുന്നു സാറേ. എഴുതിയിരുന്നു തീർച്ചയായിട്ടും. അതെ, എന്താണ് പറയുക അതിനെയൊക്കെ സംബന്ധിച്ച്? ഒരു ഓണം വരാനിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം അത്രയും ഒരു പ്രളയം കൊണ്ടുപോയി. എത്രയോ മനുഷ്യ ജീവനുകളാണ്. നമ്മൾ അതിനകത്ത് ഒത്തിരി സങ്കടപ്പെട്ടതാണ്. നമ്മളുടെ കണ്ണുനീരും അതിനകത്ത് കലങ്ങി മറിഞ്ഞതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രകൃതി ഇങ്ങനെ ചില വികൃതികൾ ഒപ്പിക്കും. അത് അടുത്ത നാളിൽ ഏറി വരുന്നു. കാരണം കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, അങ്ങനെ പലതായി വരുന്നു. അപ്പോൾ ഒരു ഓണക്കാലവുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും അത് നിൽക്കുന്നത്. കാരണം അതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് എപ്പോഴും ഒരു ദുരന്തം പ്രതീക്ഷിക്കാം എന്നുള്ള മട്ടിലാണ്. അപ്പോൾ ആവട്ടെ, നമ്മുടെ ചുറ്റുപാടും ലോകത്തെമ്പാടും പ്രകൃതിയുടെ ഈ തരം വിനാശങ്ങൾ ഇന്നലെ അഫ്ഗാനിസ്ഥാനിലൊക്കെ സംഭവിക്കാതിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ആ ഈ രംഗത്ത് സാറ് കവിതയും കഥയും ഒക്കെ ആയി പോകുന്നു. സാർ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, കവിതാ പുസ്തകം തീവനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അല്ലേ? ആ പുസ്തകം ആയിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കവിതാ രംഗത്ത് വളരെ സജീവമാണ്. കവിത എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് യാമങ്ങൾ ഇങ്ങനെ കവിതയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാറുണ്ട്. പക്ഷെ അത്ര സമ്പന്നമായ ഒരു രചന രീതിയൊന്നും എനിക്കിതുവരെ ആർജിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഇത്രയ്ക്കുള്ള കഴിവ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും ആ വഴിയിൽ ഒരു ഉദ്യമം ഞാൻ നടത്തി എന്നൊരു വിജയം മാത്രമേ ചെയ്യൂ. അങ്ങനെ ഒരു ചാരിതാർത്ഥ്യം മനസ്സിലുണ്ട്. അത് മാത്രമേ. അപ്പൊ അങ്ങ് നന്നായി പാടുന്നുണ്ട്. ഈ ക്ലാസിക്കൽ സോങ് ഒക്കെ അങ്ങേക്ക് വഴങ്ങുമല്ലോ. അത് പലപ്പോഴും പല പ്രോഗ്രാംസിലും ഈ കവിത പുസ്തക പ്രകാശന ചടങ്ങ് അല്ലെങ്കിൽ പുസ്തക പ്രകാശന ചടങ്ങ്, ഇത്തരം ചടങ്ങുകളിലൊക്കെ വരുമ്പോൾ അങ്ങയുടെ കവിതയോ അല്ലെങ്കിൽ അങ്ങയുടെ ഗാനമോ നാന്ദി കുറിച്ചുകൊണ്ട് പാടാറുണ്ട്. അത്തരം ഒരു 2 വരി. തീർച്ചയായിട്ടും.
ഹിമഗിരി തനയേ ഹേ മലത്തെ ഹിമഗിരി തനയേ ഹേ ബലത്തെ അംബരീശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേ മലത്തെ അംബരീശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേ മലത്തെ. കൊള്ളാം. അപ്പോൾ ഇതൊക്കെ അങ്ങയുടെ സാന്നിധ്യം ഇങ്ങനെ മിക്കവാറും രാജാക്കാട് മാത്രമല്ല ജില്ലയിൽ പല ഭാഗത്തും ഉണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നടക്കുമ്പോൾ ഈ അങ്ങൊരു സംഘടനയുടെ പ്രസിഡന്റാണല്ലോ. അതെ. വീഥി എന്ന് പറയുന്ന ഒരു കലാ സാംസ്കാരിക സംഘടന രാജാക്കാട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എന്താണ് ആ സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ? അതിൽ നമ്മുടെ ഒന്നിച്ചിരിക്കാം, ഒന്നിച്ചു വളരാം, ഒന്നിച്ചെഴുതാം, ഒന്നിച്ചു വളരാം എന്നുള്ളതാണ് നമ്മൾ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം. അവരുടെ രചനകളെ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ച് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു അന്വേഷണമാണ് വീഥി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 10-15 വർഷമായി ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ സാറിൻ്റെയൊക്കെ അനുഗ്രഹത്തോടുകൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിട്ടാണ് അതിൻ്റെ ആദ്യകാല പ്രവർത്തകർ പറയുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു സമ്പൂർണ്ണമായ ലക്ഷ്യം ഇടുക്കി ജില്ല എവിടെയുള്ള ആളുകളായിക്കോട്ടെ, ഇപ്പോൾ അവിടെ അതിൽ അംഗത്വം എടുക്കുന്ന ആളുകൾക്കല്ല, അല്ലാത്തുള്ള ആളുകൾ ആർക്കാണ് ഇഷ്ടമുള്ളത് ഒന്നിച്ച് നമുക്ക് കൂടുന്ന ഇടങ്ങളിൽ വന്നിരിക്കാം. അവർ രചനകളെ നമ്മൾ നോക്കും. അതിൽ പ്രശസ്തരായ ഷീല ലാല, സിജു രാജക്കാട്, ജിജോ രാജകുമാരി, ഇടയ്ക്കെല്ലാം നിങ്ങളെ പോലുള്ള മഹത്തായ ഗുരുക്കന്മാർ, ഇവരുടെ എല്ലാം നിർമ്മല, പിന്നെ അങ്ങനെയുള്ള തുളസി രാജക്കട, അങ്ങനെയുള്ള അവരുടെ എല്ലാം ഒരു നേതൃത്വത്തിൽ ഈ പുതിയ രചനകളെ നമ്മൾ ഗുണപരമായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം നടത്തുക എന്ന വീഥി ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഥി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വാർഷികത്തോടൊപ്പം വിശിഷ്ട അതിഥികളെ കൊണ്ടുവന്ന് അവരുടെ വാക്കുകൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം സാറൊക്കെ പങ്കെടുത്ത യോഗത്തിൽ നമ്മുടെ വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് വന്നിരുന്നത്. അതിനു മുമ്പ് മഹത്തായ വ്യക്തികളെല്ലാം ധാരാളം പേര് വന്നിരുന്നു. അവരെയൊക്കെ പരിചയപ്പെടുത്തുക, അപ്പോൾ അവരുടെ രചനാ രീതികളെ ഒന്ന് പരിചയപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് സാർ. അപ്പം അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയമായ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളല്ലാത്ത സാംസ്കാരിക മൂല്യച്യുതിക്കെതിരെ ഒരു പൊതു ഫോറം പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ നമ്മൾ വീഥി ശ്രമിക്കാറുണ്ട്. വീഥി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വീഥി സജീവമായി സമൂഹത്തിൽ ഇടപെടുന്നു എന്നുള്ളതും സംതൃപ്തി നൽകുന്നത് തന്നെയാണ്, അക്കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാൻ വന്നത് ഈ ഓണാഘോഷം പോലുള്ള പരിപാടികളിൽ വീഥിയുടെ സംഭാവന എന്താണ്? ഓണാഘോഷത്തിൽ പിന്നെ സാധാരണ പോലെ തന്നെ ഗ്രാമീണത്തിൽ നടക്കുന്ന ആ ഗ്രാമീണ മൂല്യങ്ങളെ ഒട്ടും കളയാതെ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് കസേരകളിയോ തുമ്പിതുള്ളലോ, അപ്പം വീഥിയുടെ കുടുംബാംഗങ്ങളെ എല്ലാം കൂടെ ഒരു ഹോളിൽ അത്തപ്പൂക്കളം എഴുതി നിലവിളക്ക് വെച്ച് അവർക്ക് ചെറിയ മത്സരങ്ങൾ നടത്തി അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത്, വലിയവർക്ക് ചെറിയ ചെറിയ മത്സരങ്ങൾ നടത്തി, പിന്നെ ഒരു കവിയരങ്ങുണ്ടാവും, പിന്നെ കഥകൾ ഉണ്ടാവും, ഓണക്കവിതകൾ. പുതിയതായി ഏറ്റവും റീസെൻ്റ്ലി രചിച്ചിട്ടുള്ള കവിതകളായാലും കഥകളായാലും അവിടെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് പിന്നീട് ഒരു പുസ്തകമാക്കി പുറത്ത് ഇറക്കുക എന്നുള്ളൊരു ശ്രമമാണ്. തീർച്ചയായിട്ടും ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം സാർ. ഓണത്തിൻ്റെ ഈ ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നു. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ ഏതാണ്ട് ചിങ്ങം പിറന്ന് 3-ാം തീയതി, ചിങ്ങം 3-ാം തീയതിയായിരുന്നു പ്രകൃതിയുടെ മാറ്റം നമ്മൾ ഈ വർഷം ആദ്യം ദർശിക്കുന്നത്. അത് വലിയൊരു മാറ്റമായിരുന്നു. ഈ മുകിലുകൾ മേയും കുന്നിൻ ചെരുവിൽ ഒരു അമ്പലമുണ്ടല്ലോ, അമ്പലനടയിൽ പന്തലിടുന്നൊരു മാമരമുണ്ടല്ലോ എന്ന് ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കൃതിയിൽ കുഞ്ഞിരാമൻ നായർ പറയുന്നുണ്ട്. അദ്ദേഹമാണല്ലോ മലയാളത്തിൻ്റെ ഈ ഓണക്കവി എന്ന് നമ്മൾ പ്രധാനമായിട്ടും. വയലപ്പള്ളിയുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു, വയലപ്പള്ളി തൊട്ട് പിന്നിൽ അദ്ദേഹം ഓണപ്പാട്ടുകാരൊക്കെ എഴുതിയിട്ടുണ്ട്, ശക്തമായി എഴുതിയിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് ഒരു പാട്ട് നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ കേൾക്കട്ടെ സാർ. കേട്ടെ സാർ.
അമലെ നാം ഒരുമിച്ചു ചാർത്തുമീ പുളകങ്ങൾ മറവിക്കും മായ്ക്കുവാനാവോ? ഋതുകന്യ പീയുമി നിറമെല്ലാം മാഞ്ഞാലും ഹൃദയത്തിൽ പൊന്നോണം തുടരും. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നത്ര ധന്യതയാണ്. എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്ന തീനാലേ. അങ്ങനെയും മനോഹരമായൊരു മെലഡിയാണ് തീർച്ചയായിട്ടും. ഗസലിനെ പോലും ഓർമ്മിപ്പിക്കുന്ന ഒരു തരം താളത്തിലേക്ക് രാഗത്തിലേക്കൊക്കെ നീളുന്നു. സാർ ഗസലുമായി ബന്ധപ്പെട്ടാണല്ലോ പലപ്പോഴും പ്രവർത്തിക്കുന്നവരെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു ഗസലാവാം പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും. മൺമറഞ്ഞു പോയ ഭാവഗായകൻ ശ്രീ ജയചന്ദ്ര സാറിൻ്റെ ഏറ്റവും ഒടുവിൽ കേരളം ഒട്ടാകെയുള്ള ആസ്വാദകരെ ഞെട്ടിപ്പിച്ചു കളഞ്ഞൊരു പാട്ടാണ്. മയ്യണി കണ്ണിൻ്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിൻ്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. അത് ജയേന്ദ്രൻ പാടി അല്ലേ, ജനങ്ങളെ ജെട്ടിച്ച ഗാനമാണ് അല്ലേ ആ പ്രായത്തിലും. അത് ശരി. തീർച്ചയായിട്ടും ഓണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഈ സാറിൻ്റെ ഒരു അനുഭവമോ ഓർമ്മയോ? ഓണം ഇപ്പോൾ ഏതാണ്ട് റിട്ടയർഡായിട്ടും ഏതാണ്ട് 8-10 വർഷത്തിലേക്ക് കടക്കുന്നു. അതെ. അപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾക്ക് പഞ്ഞുണ്ടാവില്ല. നമ്മളെ ഒരുപക്ഷെ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ദുഃഖിപ്പിച്ച ഒരു ഓർമ്മ കൂടി പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓർമ്മകളിലേക്ക് വരുമ്പോൾ സാറേ, അമ്മ മനോഹരമായി പാടുന്ന ക്ലാസിക്കൽ മ്യൂസീഷ്യനായിരുന്നു. ഏറ്റുമാനൂരിൽ നിന്ന് അച്ഛൻ്റെ കൂടെ കുഞ്ഞുനാളിൽ ഹൈറേഞ്ചിൽ വന്നാൽ ജീവിക്കാൻ ഒരു വഴി തേടി എത്തിയതാണെന്നോ, അവിടെയൊക്കെ നല്ല രീതിയിൽ വന്നിരുന്നു. കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി വന്നിരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് കുടുംബത്തിലെ ഒരു പശ്ചാത്തലം. അമ്മ പിന്നെ എനിക്ക് ജോലി കിട്ടി 94 മരിച്ചു പോകുന്നു. എന്നെ വളർത്തിയ, പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിൽ അമ്മ ഈ ഓണം വരുമ്പോഴൊക്കെ കഷ്ടപ്പെട്ട് കുടുംബത്തെ നോക്കിയ ഒരു കാലഘട്ടമൊക്കെ വല്ലാതെ എന്നെ മതിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ജോലി കിട്ടിയ അമ്മേനെ നന്നായി സംരക്ഷിക്കുന്നതിന് മുമ്പേ അമ്മ കടന്നുപോയി എന്നുള്ളൊരു ദുഃഖമാണ് ഓണത്തിനെ സംബന്ധിച്ച് ഓർക്കുമ്പോഴെല്ലാം വരുന്നത്. പിന്നെ അതോടൊപ്പം എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എൻ്റെ കുടുംബമാണ്. വൈഫ്, അവള് എന്നെ നമ്മുടെ കുടുംബത്തെയൊക്കെ കൈപിടിച്ചു ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകും. ഇപ്പോൾ ഓരോ ഓണക്കാലത്ത് ഇല്ലായ്മയിൽ നിന്ന് അവൾ കരുതി വെച്ച് ഓരോ ഓണത്തിനും അല്പാൽപമായി ചെറിയ പൊന്നുകളും ഇച്ചിരി തുണി വാങ്ങാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിൽ തരും. അങ്ങനെ മക്കൾക്ക് വേണ്ടിയുള്ള ഒതുക്കി വെച്ച്, കുടുംബക്കാർക്ക് ഒതുക്കി വെച്ച് അങ്ങനെ പോരുന്ന ഒരു കാലഘട്ടത്തെ ഓണത്തെക്കുറിച്ച് അങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് നമ്മുടെ മനുഷ്യത്വ പോലും ആദ്യം അമ്മയ്ക്കാണല്ലോ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. മാതൃദേവോഭവ, അത് കഴിഞ്ഞിട്ട് പിതൃദേവോഭവ പറയുന്നത്. അച്ഛൻ ആദ്യം നഷ്ടപ്പെട്ട ദുഃഖമുണ്ട്, അതിനുശേഷം അമ്മ പിന്നീടാണെങ്കിലും ജോലിയിലേക്ക് സാർ പ്രവേശിക്കുന്ന, ഔദ്യോഗിക ജോലിയൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അമ്മ നഷ്ടപ്പെട്ട സങ്കടമുണ്ട്.
അതൊക്കെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളാണ്. ജീവിതം ഭാഗങ്ങളാണ്. ഇങ്ങനെയാണ്. ജീവിതം പലപ്പോഴും നമ്മൾ അപ്രതീക്ഷിതമായ ചില യോഗങ്ങളും ഒക്കെ ഉണ്ടാവും. ആ യോഗമാണ് സാർ അവസാനം സൂചിപ്പിച്ചത്. അതൊരു യോഗം കൂടിയാണ്. മറ്റ് ചില വിയോഗങ്ങൾക്കപ്പുറത്ത് നമ്മളെ ഇടയ്ക്ക് ചേർക്കുന്ന ചില സന്തോഷങ്ങളും വിഷാദങ്ങൾ എല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം. അക്കാര്യത്തിലൊന്നും സാധില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ ഈ വല്ലാതെ എല്ലാ കേരളീയർക്കും ഉണ്ടാവും. ഓണവുമായി ബന്ധപ്പെട്ട് അമ്മയെ കാണാനാണ് പലരും ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി പലപ്പോഴും സ്വന്തം പ്രദേശം കാണാൻ വേണ്ടി മാത്രമല്ല, അതിനൊക്കെ വേണ്ടിയിട്ടാണ് തിരിച്ചു വരിക. അപ്പം അമ്മ അങ്ങനെ ഒരു വല്ലാത്ത അനുഭവമായി മലയാളിക്ക് എന്നല്ല, ലോകത്തെല്ലാവർക്കും തന്നെ മാറുന്നുണ്ട്. പാവമാ അച്ഛനും തോന്നി, പാവമാ അമ്മയ്ക്കും തോന്നി, തൻ്റെ മാവേലി അല്ലാതെ ആര് പിന്നെ എന്ന് പടികടന്നെത്തുന്ന അച്ഛനെ കണ്ടപ്പോൾ, വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി വരുന്ന അച്ഛനെ കണ്ടപ്പോൾ, ഒരു ഓണക്കാലത്ത് അച്ഛൻ കയറി വരുമ്പോൾ ആ അമ്മയ്ക്ക് തോന്നുന്നുണ്ട്, അച്ഛനെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളില്ലാതിരുന്നിട്ടും പടി കയറി വരുന്ന അച്ഛനെ കണ്ടപ്പോൾ അത് തൻ്റെ മാവേലിയാണെന്ന് ചിന്തിക്കുന്ന ഒരമ്മയെക്കുറിച്ച് ONV സാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ വളരെ നന്ദിയുണ്ട് സാർ, ഈ ഓണക്കാലത്ത് ഞങ്ങളോടൊപ്പം അങ്ങയുടെ കലാമനസ്സ് തുറന്നതിനും പങ്കുവച്ചതിനും. സാറേ പറഞ്ഞോട്ടെ, ഞാനും ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചോളെ. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന മീഡിയ നെറ്റിനും എന്നെ ഈ അവതരിപ്പിച്ച ജോസ് സാറിനും എൻ്റെ ഗുരുതുല്യനായ അങ്ങയ്ക്കും എൻ്റെ സാഹിത്യ രംഗത്ത് ഞാൻ എപ്പോഴും കണ്ടുപഠിക്കാറുള്ള, മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വാക്കുകൾ തെരഞ്ഞു പിടിച്ച് എടുത്തിട്ടുള്ള ഗുരു സ്ഥാനീയനായ എൻ്റെ ജോസ് സാറിനും എൻ്റെ പ്രേക്ഷകർക്കും എല്ലാം, എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കുടുംബക്കാർക്കും എല്ലാം എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു.